പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ രാവിലെ സമയത്ത് ഒരു ദൈവവചനം വായിച്ച് ഒന്നിൻ്റെ ആലോചന പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഈ തിരുവെഴുത്ത് കാലാകാലങ്ങളായി സകല ജനഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവവചനമാണിത്. ഹല്ലേലൂയ. ഈ പകൽ ഞാനും നിങ്ങൾ ഈ വചനം വായിച്ച് ഈ വചനത്തിലൂടെ ചില ചിന്തകൾ പങ്കുവെക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലും ഈ വചനം വളരെ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരിക്കൽ മാത്രമാണ്. രണ്ടാമതൊരു ജീവിതം ഈ ഭൂമിയിലില്ലാത്തത് കൊണ്ട് ഹല്ലേലൂയ, ലഭിച്ച ജീവിതം എന്ന് പറയുന്നത് അത് വളരെ സമാധാനത്തോടെ ജീവിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കാലഘട്ടത്തിലും ആദരിക്കപ്പെടുമെന്ന് ആമേൻ വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം ലോകത്തിലേക്ക് നോക്കിയാലും ഹല്ലേലൂയ, സമാധാനം ഉണ്ടാക്കാൻ ആമേൻ ശ്രമിച്ചവർ എല്ലാ മേഖലയിലും അവർ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. അത് ഭവനത്തിലായിരുന്നാലും അത് ജോലി മേഖലയിലായിരുന്നാലും നാം കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും നാം കൂടിവരവുകളായിരുന്നാലും സമാധാനം ഉണ്ടാക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സമാധാനം ഉണ്ടാക്കുവാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുമ്പോൾ സമാധാനത്തെ നശിപ്പിച്ച് കളയുവാൻ ഒരു പറ്റം ആളുകൾ രംഗത്തുണ്ട്. അത് രാഷ്ട്രീയത്തിലായിരുന്നാലും മതത്തിലായിരുന്നാലും സംഘടനകളായിരുന്നാലും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ഹല്ലേലൂയ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയ തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തെ ചരിത്രം നാം പഠിക്കുമ്പോൾ ആദ്യമേ സമാധാനം നഷ്ടപ്പെട്ടത് ആരാധനയുടെ പേരിലാണ്. ഹല്ലേലൂയ. അഥവാ മതത്തിൻ്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ ആദ്യ മനുഷ്യനായിരുന്ന ആദമിനും ഹവ്വയ്ക്കും ആമേൻ 2 മക്കളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഹാബേലും കായീനും രണ്ടുപേരും ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ യാഗവുമായി കടന്നു ചെന്നു. ആദാമിൻ്റെ മക്കൾ 2 പേരും. അങ്ങനെ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. കായീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതെ വന്നപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? കായീന് തൻ്റെ അനുജനോട് കോപം പൂണ്ടിട്ട് അവനെ കൊന്നുകളഞ്ഞ ഒരനുഭവത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അന്ന് സമാധാനം നഷ്ടപ്പെട്ടതാണ്. ആ നഷ്ടപ്പെട്ട സമാധാനം അന്ന് തൊട്ട് ഇന്നുവരെയും ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളൊരു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ലോകത്തെ നോക്കി ജീവിക്കാതെ നിങ്ങളുടെ സഹചാരികളോട്, നിങ്ങളുടെ സഹമിത്രങ്ങളോട്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊക്കെ നിങ്ങൾക്ക് സമാധാനം ആചരിപ്പാൻ കഴിയണം. സമാധാനം നഷ്ടപ്പെട്ടു പോയി ജീവിക്കുന്ന അനവധി ആളുകളെ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ജീവിതത്തിലുടനീളം നാം അന്വേഷിച്ച് നോക്കിയാൽ സമാധാനമില്ലാതെ, ജീവിതത്തിൽ രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന അനവധി ആളുകളെ കാണാൻ കഴിയും. നാം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, തിരുവനന്തപുരത്ത് മദ്യം കുടിച്ച്, ഹല്ലേലൂയ, ആ മദ്യം കുടിച്ചതിനെ കുറിച്ച് സ്വന്തം മാതാവ് ചോദിച്ചപ്പോൾ ആ മാതാവിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രാൻഡിക്കുപ്പി കൊണ്ട് അത് ഉടച്ചതിൻ്റെ ചില്ലുകൊണ്ട് കഴുത്തറുത്ത് കൊന്നത് നമ്മൾ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. അതേ ഈ കാലഘട്ടത്തിൽ മദ്യപാനം മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തി കളഞ്ഞല്ലേലുയ അവനെ അക്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഇതിനു മുമ്പ് കാലഘട്ടങ്ങളിലും തിരുവനന്തപുരത്ത് ഇതേമാതിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നതുപോലെ തന്നെ സകല കുടുംബങ്ങൾക്കകത്തും സമാധാനം നഷ്ടപ്പെട്ട അനുഭവമാണ്. ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന്. അതേ അന്ധകാരം പിടിച്ച ഭൂമിയിൽ മനുഷ്യനല്ലേറിയ ക്രൂരന്മാരായി കോപമുള്ളവരായി ശാഠ്യമുള്ളവരായി മാറുമ്പോൾ ഏത് കാര്യങ്ങൾ വന്നാലും മനുഷ്യനോട് ക്ഷമിപ്പാൻ കഴിയാതെ അക്രമത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവേ,
അക്രമം നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാകുന്ന കോപം മുഖാന്തരം എത്രയെത്ര കുടുംബങ്ങളാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഏത് സാഹചര്യത്തിലും ഹല്ലേലൂയ താങ്കളൊരു സമാധാനകാംക്ഷിയായി മാറണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിലായിരുന്നാലും നാം കടന്നു പോകുന്ന ഏത് മേഖലയിലും സമാധാനം ദൈവം ആഗ്രഹിക്കുക. താങ്കളൊരു സമാധാന അനുഭവം ഉള്ളയാളാണോ? ഇല്ലെങ്കിൽ ഇന്ന് പകൽ താങ്കളുടെ കോപത്തെ മാറ്റിക്കളഞ്ഞ് സമാധാനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായിരുന്നാലും, മക്കളായിരുന്നാലും, മരുമക്കളായിരുന്നാലും, കൊച്ചുമക്കളായിരുന്നാലും, അമ്മ മരുമോളൊക്കെ ആയിരുന്നാലും സമാധാനമുള്ള കുടുംബങ്ങളിലാണ് ദൈവം വസിക്കുന്നത്. ഹല്ലേലൂയ. സമാധാനമുള്ള ഇടങ്ങളിലാണ് ദൈവത്തിന് വസിപ്പാൻ കഴിയുള്ളൂ. അരാജകത്വങ്ങളും അക്രമങ്ങളും ഇരുളും നിറഞ്ഞ ഒരു സ്ഥലത്തും ദൈവ സാന്നിധ്യം വെളിപ്പെടയില്ല. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകലിലേക്ക് കേൾക്കുന്ന ശ്രോതാവേ, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ദൈവത്തോട് ചേർന്നിരുന്ന് സമാധാനം നിലനിർത്തി പോകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഭവനങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ അവർ പറയുന്ന ഒരേ ഒരു കാര്യം, എൻ്റെ പാസ് സമാധാനമില്ല. അത് കേട്ട് 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 ഞങ്ങൾ പലപ്പോഴും മനസ്സ് മരവിച്ചു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? മനുഷ്യൻ്റെ ഈ ലോകത്തിലെ ജീവിതം അധാർമികതയിലും അന്ധകാരത്തിലും ഈ ലോകത്തിൻ്റെ മയക്കുമരുന്നുകൾക്കകപ്പെട്ട ജീവിതത്തിൽ നിരാശകൾ കടന്നു വരുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ നിരാശകൾ അല്ലെങ്കിൽ അവനെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോകും. കടബാധിതർ കടന്നു വരുമ്പോൾ, രോഗം കടന്നു വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ ചില വേർപാടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴൊക്കെ നാം സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളെ തന്നെ തകർത്ത് കളയാതെ ഹല്ലേലൂയ താങ്കളൊരു സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് മടന്നു വരുന്നെങ്കിൽ സമാധാന പ്രഭുവായ യേശു നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം തരിക തന്നെ ചെയ്യും. എങ്ങനെയാണ് സമാധാനം തരുന്നത്? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമെന്ന് ഫിലിപ്പിലേഖനം നാം വായിക്കുമ്പോൾ 4 കാണാൻ കഴിയും. അതെ, ഇന്ന് പകൽ സമാധാനം നഷ്ടപ്പെട്ട ശ്രോതാവേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധൻ നിങ്ങളോട് സംസാരിക്കുന്നത് സമാധാനം നഷ്ടപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസമാധാനത്തെ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സമാധാനമില്ലാത്ത ഈ ഭൂമിയിൽ കർത്താവേ, ജനത്തിന് സമാധാനം കൊടുത്ത്, ആശ്വാസം കൊടുത്ത്, അവരുടെ സങ്കടങ്ങൾക്കൊരു പരിഹാരം കൊടുത്ത് കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും മാനിക്കണമേ. കേരളത്തിൽ, ഭാരതത്തിൽ, ലോകരാജ്യങ്ങളിൽ ആയിരിക്കുന്ന 100 കോടി ജനത്തിനും സമാധാനത്തെ മാനിക്കണമേ. സകല മേഖലയിലും കർത്താവേ, സമാധാനത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ജനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.